മലചികിത്സയിലൂടെ ഓട്ടിസത്തിൽ നിന്നും 7 വയസ്സുള്ള ചൈനക്കാരി രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. 2023 സംഭവം. മോഡേൺ മെഡിസിൻ 2013 ആവിഷ്കരിച്ച ചികിത്സാ സമ്പ്രദായമാണ് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്നറിയപ്പെടുന്ന സ്റ്റൂൾ തെറാപ്പി അഥവാ മലചികിത്സ. ക്ലോസ്ട്രീഡിയം ഇൻഫെക്ഷൻ എന്ന ഗുരുതരമായ കുടൽ രോഗത്തിനുള്ള ചികിത്സ എന്ന നിലയിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ മലചികിത്സ കണ്ടുപിടിച്ചത്. രോഗബാധിതനായ വ്യക്തിയുടെ കുടലിലേക്ക് വായിലൂടെയും മൂക്കിലൂടെയും കുഴൽ കടത്തിയോ മലദ്വാരത്തിലൂടെ എനിമ വഴിയോ ക്യാപ്സ്യൂളുകളിൽ ആക്കിയോ ആരോഗ്യമുള്ള മറ്റൊരാളുടെ മലം കുടലിൽ എത്തിക്കുന്ന ചികിത്സയാണിത്. രോഗബാധിതൻ്റെ കുടലിലെ ബാക്ടീരിയകളെ ആരോഗ്യവാനായ ഒരാളുടെ മലത്തിലെ ബാക്ടീരിയകൾ നശിപ്പിക്കുന്നത് വഴി രോഗം അകറ്റുന്നു. എന്നാൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പരിഹരിക്കാനും ഈ ചികിത്സയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 7 വയസ്സുള്ള പെൺകുട്ടി 4 വയസ്സിന് ശേഷം സംസാരിച്ചിരുന്നില്ല. 2.5 വയസ്സ് മുതൽ സംസാരശേഷിയിൽ തകരാറുണ്ടായിരുന്നു. ഇതിനോടൊപ്പം എൻഡോസ്കോപ്പി പരിശോധനയിൽ മലാശയത്തിൽ അൾസർ ബാധിച്ചതായും കണ്ടെത്തുകയുണ്ടായി. ഏതാണ്ട് സമപ്രായക്കാരിയായ ആരോഗ്യമുള്ള മറ്റൊരു കുട്ടിയുടെ മലമാണ് ചികിത്സയ്ക്ക് ഉപയോഗിച്ചത്. 3 മാസത്തിനുള്ളിൽ 5 തവണ 50 മില്ലി വരെ അളവിൽ മലം എനിമയായി കുട്ടിക്ക് നൽകി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ മലാശയത്തിലെ അൾസർ സുഖപ്പെട്ടു. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് വർദ്ധിച്ചു. മറ്റുള്ളവരെ നേരെ നോക്കാൻ തുടങ്ങി. വൈകാരികമായി പ്രതികരണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അർത്ഥപൂർണമായ ആംഗ്യങ്ങൾ കാണിച്ചു തുടങ്ങി. നല്ല രീതിയിൽ നടക്കാനും ആരംഭിച്ചു. 4 വർഷമായി സംസാരിക്കാത്ത കുട്ടി അമ്മേ എന്ന് വിളിച്ചു. പിന്നീട് അമ്മയോട് ലവ് യു എന്ന് പറഞ്ഞു. തുടർന്ന് വ്യക്തമായി തന്നെ ഐ ലവ് യു മോം എന്ന് പറഞ്ഞു. പിന്നീട് പല ആവശ്യങ്ങളും ഭാഷയിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങി. കുടലും തലച്ചോറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കുടലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നതോടെ മസ്തിഷ്ക പ്രവർത്തനവും മെച്ചപ്പെടുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഓട്ടിസത്തിന് ഫലപ്രദമായ ചികിത്സയില്ലാത്ത സാഹചര്യത്തിലാണ് മലചികിത്സ ഫലപ്രദമായിരിക്കുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട ഈ സംഭവം ക്ലിനിക്കൽ ട്രയലുകളിലൂടെ ഇനിയും തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യപ്പെടുകയുള്ളൂ. മലം സമ്പൂർണ്ണമായും മാലിന്യങ്ങൾ നിറഞ്ഞ വിസർജ്യമാണ്. മൂത്രം അങ്ങനെയല്ല. മൂത്രത്തിൽ പൂർണ്ണമായും ഉള്ളത് രക്തത്തിലെ പോഷകങ്ങളാണ്. മൂത്രമുണ്ടാകുന്നത് ദഹന വ്യവസ്ഥയിൽ നിന്നല്ല. അതിനാൽ തന്നെ അത് മലം പോലുള്ള മാലിന്യവുമല്ല, അത് രക്തത്തിൻ്റെ ഉൽപ്പന്നമാണ്. അതിലുള്ളത് ഹോർമോണുകൾ, എൻസൈമുകൾ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, ആൻറ്റിബോഡികൾ, എക്സോസോമുകൾ, മൂലകോശങ്ങൾ തുടങ്ങി 3000-ൽ ഏറെ പോഷകങ്ങളാണ്. മൂത്രത്തിൽ നിന്ന് മോഡേൺ മെഡിസിൻ ധാരാളം മരുന്നുകൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. മൂത്രചികിത്സയിലൂടെ രോഗം മാറിയവരെ പരിഹസിച്ചിരുന്നവർക്ക് ഇനി അത് കഴിയില്ല. മലിനവിസർജ്യമായ മലം പോലും മോഡേൺ മെഡിസിൻ മരുന്നായി അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് ആർക്കും നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. മൂത്രം അങ്ങനെയല്ല. അതിൻ്റെ ഗുണങ്ങൾ അറിയുന്ന ഏതൊരാൾക്കും നേരിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയും. ഇത് പക്ഷേ ചികിത്സയിലൂടെ ലാഭം കുന്നുകൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ല. നന്ദി.